സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വീറും വാശിയും ഉയർന്ന തൃശൂർ മണ്ഡലത്തിൽ പ്രചരണത്തിന്റെ ആവേശം ഇപ്പോൾ കൊട്ടിക്കയറുകയാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് കെ മുരളീധരൻ കൂടി UDF സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നത് 2 വട്ടം. TN പ്രതാപനെ മാറ്റി കെ മുരളീധരൻ UDFിന്റെ സ്ഥാനാർത്ഥിയായി. ഇതോടെ ത്രികോണപ്പോര് വീണ്ടും ശക്തമായി. ഇടതുപക്ഷത്തുള്ളത് VS സുനിൽകുമാറാണ് CPIയുടെ സ്ഥാനാർത്ഥി. ചുരുക്കത്തിൽ ആര് ജയിക്കും എന്ന ചോദ്യത്തിന് തൃശ്ശൂരിൽ പെട്ടെന്നൊരു ഉത്തരം കിട്ടാറില്ല. അടിയൊഴുക്കുകളും കൂട്ടലും കിഴിക്കലുമൊക്കെ 3 മുന്നണിക്കുള്ളിൽ ശക്തമായി നടക്കുന്നു. സ്ഥാനാർത്ഥികളാകട്ടെ വിവിധ വിഭാഗങ്ങളിലെ തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലുമാണ്. മതസാമുദായിക പിന്തുണയില്ലാതെ തൃശ്ശൂരിൽ ആർക്കും ജയിച്ചു കയറാനാകില്ല എന്ന വിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വങ്ങൾ. ഏതാണ്ട് 35% പ്രാതിനിധ്യമുള്ള ക്രിസ്ത്യൻ വോട്ടുകളിൽ സ്ഥാനാർത്ഥികളെല്ലാം കണ്ണുവയ്ക്കുന്നുണ്ട്. ഒപ്പം പിന്നോക്ക ന്യൂനപക്ഷ വോട്ടുകളുമുണ്ട്. NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ച പിന്നിലെ രാഷ്ട്രീയ വിവാദങ്ങൾ തൃശ്ശൂരിൽ അലയടിച്ചതും ക്രൈസ്തവ വോട്ടുകളിലെ നിലപാട് കൊണ്ടാണ്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും UDFിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരനും ക്രൈസ്തവ വോട്ടുറപ്പിക്കാൻ ആ മേഖലയിൽ പ്രചരണം കൊഴുപ്പിച്ചു കഴിഞ്ഞു. മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ വിശ്വാസികൾ വോട്ട് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയെന്നാണ് അരമനകൾ പറയുന്നത്. പക്ഷേ ക്രൈസ്തവ വോട്ടുകൾ ഇപ്പോഴും തങ്ങൾക്ക് ലഭിക്കുമെന്ന ഏക പ്രതീക്ഷയിലാണ് UDFും LDFും. മുരളീധരൻ TN പ്രതാപനെ മാറ്റി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായത് BJP ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ നേടാനുള്ള BJP തന്ത്രത്തെ അട്ടിമറിച്ച ഒരു നീക്കമായി അത് മാറി. ലീഡർ കെ കരുണാകരന്റെ മകനെന്ന പരിഗണനയും ന്യൂനപക്ഷ മുന്നോക്ക സമുദായ വോട്ട് കൂടുതൽ നേടുമെന്ന പ്രതീക്ഷയുമുണ്ട് കെ മുരളീധരനും കോൺഗ്രസിനും. VS സുനിൽകുമാറിന്റെ ജനകീയ മുഖവും കൃഷിമന്ത്രിയായിരിക്കെയുള്ള മികച്ച പ്രവർത്തനവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരോടുള്ള ഇടപെടലുമൊക്കെ അദ്ദേഹത്തെ തുണയ്ക്കുമെന്നാണ് ഇടതുമുന്നണി കണക്കൂട്ടൽ. ഒപ്പം പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണയും 3 തവണ MLA ആയതിന്റെ പ്രതിച്ഛായമെല്ലാം VS സുനിൽകുമാറിന് ഒപ്പമായുണ്ട്. പക്ഷേ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പടക്കമുള്ള വിഷയങ്ങളിൽ ED അന്വേഷണം ഇടതു വോട്ടുകളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ഇടതു നേതൃത്വത്തിനുണ്ട്. സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കുമെന്ന വാഗ്ദാനം, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയും ഇതെല്ലാം BJP മണ്ഡലത്തിൽ മുന്നോട്ട് വയ്ക്കുന്നു. സുരേഷ് ഗോപി തന്റെ പ്രവർത്തനങ്ങളുമായി ഏറെ മുന്നോട്ട് പോയെങ്കിലും താഴെത്തട്ടിൽ പ്രവർത്തകർ സജീവമാകുന്നില്ല എന്ന പരാതി സുരേഷ് ഗോപി പലതവണ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും തൃശൂർ ആരെടുക്കുമെന്ന ചോദ്യത്തിന് ഈ തിരഞ്ഞെടുപ്പോടെ ഉത്തരം ലഭിക്കും. അത് കെ മുരളീധരനാണോ, VS സുനിൽകുമാറാണോ, അതോ സുരേഷ് ഗോപിയാണോ എന്ന് കണ്ടറിയണം.